ഞാനൊരു കഥ പറയാം. ഇംഗ്ലീഷ് സ്റ്റോറീസ് വായിക്കുന്നത്, കേൾക്കുന്നത്, കേട്ട കഥകൾ വീണ്ടും ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രൂവൻ മെത്തേഡ്സ് ആണ്. പലപ്പോഴും പലർക്കും സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ സ്റ്റക്ക് ആവുന്ന പ്രശ്നമുണ്ട്. കഥകൾ പറഞ്ഞു നോക്കുന്നത്, നമ്മുടെ ഭാഷയിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുന്നത് ഈ പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് ഒരു പരിധി വരെ. ഞാൻ ഈ പറയുന്ന കഥ ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണം. പെർഫെക്റ്റ് ആയി കിട്ടണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയെല്ലാം പറഞ്ഞു നോക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഈ ലെസന്റെ അവസാനം നമുക്ക് നോക്കാം. സാധനങ്ങൾ നിറച്ച ഒരു കാളവണ്ടിയിൽ ഒരു കച്ചവടക്കാരൻ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. കച്ചവടക്കാരൻ, ട്രേഡർ. ഒരു കച്ചവടക്കാരൻ, എ ട്രേഡർ. സാധനങ്ങൾ, ഗുഡ്സ്. കാളവണ്ടി, ബുള്ളോക്ക് കാർട്ട്. മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. എ ട്രേഡർ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഇൻ എ ബുള്ളോക്ക് കാർട്ട് ഫുൾ ഓഫ് ഗുഡ്സ്. എ ട്രേഡർ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലേക്ക്, ടു ദ മാർക്കറ്റ്, മാർക്കറ്റിലേക്ക്. ടു എന്ന പ്രിപ്പോസിഷന് ലേക്ക് എന്ന അർത്ഥമാണുള്ളത്. എ ട്രേഡർ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഇൻ എ കാർട്ട് ഫുൾ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ. വിൽക്കാനുള്ള സാധനങ്ങൾ എന്നർത്ഥം. കഥകൾ നമ്മൾ പൊതുവെ പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. ആ കഥയിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണം, അതുപോലെ അവർ സ്വയം പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം പ്രസന്റ് ടെൻസിൽ തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ കഥ പൊതുവെ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അയാൾ പോവുകയായിരുന്നു. എ ട്രേഡർ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഇൻ എ കാർട്ട് ഫുൾ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ. അതൊരു ദുർഘടമായ യാത്രയായിരുന്നു. യാത്ര ജേണിയാണ്. കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെയുള്ള യാത്രയെക്കുറിച്ച് പറയാൻ നമുക്ക് റൈഡ് എന്ന നൗൺ ഉപയോഗിക്കാം. അതാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. ദുർഘടമായ, ഡിഫിക്കൽട്ട്. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് റൈഡ്. കാളകൾക്ക് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ആൻഡ് ദ ബുള്ളക്സ് വർ വെരി ടയേർഡ്. ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഹാഡ് ഉപയോഗിക്കരുത്. കാളകൾ ക്ഷീണിതരായിരുന്നു, അതാണ് നമുക്ക് പറയേണ്ടത്. ദ ബുള്ളക്സ് വർ വെരി ടയേർഡ്. ടയേർഡ് എന്നത് ഇവിടെ അജക്റ്റീവ് ആയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്രസന്റ് പാർട്ടിസിപ്പിളും വേർബ്സ് ആയി മാത്രമല്ല, നമ്മൾ അജക്റ്റീവ്സ് ആയും യൂസ് ചെയ്യും. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് റൈഡ് ആൻഡ് ദ ബുള്ളക്സ് വർ വെരി ടയേർഡ്. അവർ വളരെ ക്ഷീണിതരായിരുന്നു. രണ്ട് ക്ലോസിലും നമ്മളിവിടെ ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസസ് വേണം ഉപയോഗിക്കാൻ. പക്ഷെ അവർക്ക് യാത്ര തുടരണമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യണമായിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ടു എന്ന വെർബാണ്. പക്ഷേ ബട്ട് അവർക്ക് യാത്ര തുടരണമായിരുന്നു. ദേ ഹാഡ് ടു കണ്ടിന്യൂ ദ ജേണി, അല്ലെങ്കിൽ ദേ ഹാഡ് ടു കീപ് ഗോയിങ്. കീപ് ഗോയിങ് എന്ന് പറയുമ്പോൾ അവർക്ക് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു എന്നർത്ഥം. ദേ ഹാഡ് ടു കീപ് ഗോയിങ്, അല്ലെങ്കിൽ ദേ ഹാഡ് ടു കണ്ടിന്യൂ ദ ജേണി. അവർക്ക് യാത്ര തുടരണമായിരുന്നു. ഹാവ് ടു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഹാഡ് ടു എന്ന് പറയുമ്പോൾ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും ആ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് തുടങ്ങുക. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയിൽ വണ്ടി വലിക്കുന്നത് കാളകൾക്ക് എളുപ്പമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഈസി. ആർക്ക്? കാളകൾക്ക്. ഫോർ ദ ബുള്ളക്സ്. അപ്പോൾ കാളകൾക്ക് എളുപ്പമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദ ബുള്ളക്സ്. നമ്മളവിടെ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ചേർത്തു, കാളകൾക്ക് എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്ത്? വണ്ടി വലിക്കുന്നത്. ടു പുൾ ദ കാർട്ട് ഇൻ ദ ഹെവി ഷവർ, അല്ലെങ്കിൽ ഇൻ ദ ഹെവി റെയിൻ. ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദ ബുള്ളക്സ് ടു പുൾ ദ കാർട്ട് ഇൻ ദ ഹെവി ഷവർ. നല്ല മഴയിൽ ആ കാളവണ്ടി വലിക്കുന്നത് കാളകൾക്ക് എളുപ്പമായിരുന്നില്ല. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ദ ബുള്ളക്സ് ടു പുൾ ദ കാർട്ട് ഇൻ ദ ഷവർ. ടു പുൾ ദ കാർട്ട് എന്ന് പറയുമ്പോൾ കാളവണ്ടി വലിക്കാൻ. ടു ഒരു പ്രിപ്പോസിഷനുമാണ്, ഇൻഫിനിറ്റീവ് മാർക്കറുമാണ്. പ്രിപ്പോസിഷനായി നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിന് പൊതുവെ ലേക്ക് എന്ന അർത്ഥമാണുള്ളത്. കഴിഞ്ഞൊരു സെന്റൻസിൽ നമ്മൾ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലേക്ക് എന്ന അർത്ഥമായിരുന്നു. ടു പുൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം വലിക്കാൻ എന്നാണ്. ടുവിന് ശേഷം വെർബ് വരുമ്പോൾ അതൊരു ഇൻഫിനിറ്റീവ് മാർക്കറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എന്നൊരർത്ഥമാണ് അതിന് വരുന്നത്. എന്നിരുന്നാലും കച്ചവടക്കാരൻ കാളകളെ മുന്നോട്ട് തെളിച്ചു. എന്നിരുന്നാലും അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന വേർഡ് ഹവർ ആണ്. പക്ഷെ നമുക്ക് ഹവർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയ ഒരു വേർഡാണ് നെവർദലെസ്. അത് പൊതുവെ അധികം ആളുകൾ ഉപയോഗിക്കാറുമില്ല. നെവർദലെസ് നമുക്ക് സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് ശേഷം കോമ വരും. അതല്ലെങ്കിൽ നമുക്ക് അതിനെ സെന്റൻസിന്റെ നടുവിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിന്റെ മുന്നിലും ആദ്യവും അവസാനവും ഓരോ കോമ വേണം. എന്നിരുന്നാലും കച്ചവടക്കാരൻ കാളകളെ മുന്നോട്ട് തെളിയിച്ചു. നെവർദലെസ് ദ ട്രേഡർ മുന്നോട്ട് തെളിയിച്ചു. കാളവണ്ടി അയാൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് സ്റ്റിയേർഡ്. സ്റ്റിയറിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാറിലുള്ളത്.
കാളവണ്ടിക്ക് സ്റ്റിയറിംഗ് ഇല്ല, എന്നാലും കാളവണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാനും നമുക്ക് സ്റ്റിയർഡ് ദ കാർട്ട് എഹെഡ് എന്ന് പറയാം. എഹെഡ് എന്ന് പറയുമ്പോൾ മുന്നോട്ട്. ദ ട്രേഡർ നെവർദിലെസ് സ്റ്റിയർഡ് ദ കാർട്ട് എഹെഡ്. അയാൾ വീണ്ടും ആ കാളവണ്ടിയെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. അയാൾ കാളകളെ തെളിച്ചു. സ്റ്റിയർഡ് ദ കാർട്ട് എഹെഡ്. ഹി സ്റ്റിയർഡ് എഹെഡ് എന്ന് പറയുമ്പോൾ അയാൾ മുന്നോട്ട് തന്നെ, വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് അതിനർത്ഥം. ഹി സ്റ്റിയർഡ് എഹെഡ്. ഇവിടെ കാളവണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാൻ നമ്മൾ സ്റ്റിയർഡ് ദ കാർട്ട് എഹെഡ് എന്ന് പറഞ്ഞു. ഇവിടെ നെവർദിലെസിന് പകരം നമുക്ക് ഹവർ ഉപയോഗിക്കാം. നെവർദിലെസ് ആണ് കുറച്ചുകൂടി നല്ലൊരു വേർഡ്. പെട്ടെന്ന് ഒരു ചക്രം ഒരു കുഴിയിൽ വീണു. സഡൻലി എ വീൽ, അല്ലെങ്കിൽ ചക്രങ്ങളിൽ ഒന്ന് എന്നാണ് പറയേണ്ടതെങ്കിൽ വൺ ഓഫ് ദ വീൽസ് കുഴിയിൽ വീണു. കുഴി എന്ന് പറയുമ്പോൾ പിറ്റ്. സഡൻലി വൺ ഓഫ് ദ വീൽസ് ഫെൽ ഇൻ ടു എ പിറ്റ്. സഡൻലി വൺ ഓഫ് ദ വീൽസ് ഫെൽ ഇൻ ടു എ പിറ്റ്. ഒരു കുഴിയിൽ വീണു. കാളകൾക്ക് അത് വലിച്ചു പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒരു സാധനം വലിച്ചു പുറത്തേക്ക് എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് പുൾ ഔട്ട്. അത് എന്ന് പറയുമ്പോൾ ഇറ്റ്, അതൊരു പ്രൊനൗൺ ആണ്. ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റ് ആയി ഒരു പ്രൊനൗൺ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഫ്രേസൽ വെർബിന് ഇടയിൽ വേണം ഉപയോഗിക്കാൻ. ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റ് ആയി ഒരു നൗൺ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഫ്രേസൽ വെർബിന് ശേഷവും ഉപയോഗിക്കാം, ഇടയിലും ഉപയോഗിക്കാം. അതായത് ആ ഫ്രേസൽ വെർബിൽ രണ്ട് വേർഡ്സിനെ ഇടയിലും യൂസ് ചെയ്യാം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇറ്റ്, അത് വീലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ്. ആ ഫ്രേസൽ വെർബിന് ഇടയിൽ വേണം വരാൻ. കാളകൾക്ക് അത് വലിച്ചു പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ദ ബുള്ളക്സ് കുഡിന്റ് പുൾ ഇറ്റ് ഔട്ട്. ദ ബുള്ളോക്സ് കുഡിന്റ് പുൾ ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ബുള്ളോക്സ് കുഡിന്റ് പുൾ ഔട്ട് ദ വീൽ. വീലാവുന്ന സമയത്ത് നമുക്കതിനെ പുൾ ഔട്ടിന് ശേഷം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ പുൾ ദ വീൽ ഔട്ട് എന്നും പറയാം. പ്രൊനൗൺ ആവുന്ന സമയത്ത്, ഒബ്ജക്റ്റ് ഒരു പ്രൊനൗൺ ആവുന്ന സമയത്ത് അത് ആ ഫ്രേസൽ വെർബിന് നടുവിൽ തന്നെ വേണം ഉപയോഗിക്കാൻ, ഇടയിൽ വേണം ഉപയോഗിക്കാൻ. അവരവരുടെ പരമാവധി ശ്രമിച്ചു. ദേ ട്രൈഡ് ദെയർ ബെസ്റ്റ്, അല്ലെങ്കിൽ ദേ ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ്. പക്ഷെ വണ്ടി അനങ്ങാൻ വിസമ്മതിച്ചു. ബട്ട് ദ കാർട്ട് റിഫ്യൂസ് ടു മൂവ്. നമുക്കിത് മറ്റു രീതിയിലും പറയാം. ഇവിടെ ആ കാർട്ടിനെ ഒരു പേഴ്സണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, അതും അനങ്ങാൻ വിസമ്മതിച്ചു എന്ന്. ഈ ഒരു കാര്യം തന്നെ നമുക്ക് മറ്റു പല രീതികളിലും പറയാം. ദേ ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ബട്ട് ദ കാർട്ട് വുഡിൻ മൂവ് എൻ ഇഞ്ച്. പക്ഷെ ആ കാർട്ട് ഒരു ഇഞ്ച് പോലും അനങ്ങില്ല. ഇവിടെ ആ ഒരു റിഫ്യൂസൽ സൂചിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ വുഡിൻറ്റ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും പറയാം. അതിനർത്ഥം അനങ്ങിയില്ല എന്നാണ്. ബട്ട് ദ കാർട്ട് ഡിഡിൻ മൂവ്. പക്ഷേ ആ കാളവണ്ടി അനങ്ങിയില്ല. റിഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ വിസമ്മതിച്ചു. വുഡിൻ മൂവ് എന്ന് പറയുമ്പോഴും അനങ്ങാൻ വിസമ്മതിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. വണ്ടിക്ക് എന്തു പറ്റി എന്നറിയാൻ കച്ചവടക്കാരൻ താഴെ ഇറങ്ങി. ദ ട്രേഡർ ഗോട്ട് ഡൗൺ ടു ഇൻസ്പെക്ട് ദ കാർട്ട്. ആ വണ്ടി ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ താഴെ ഇറങ്ങി. ദ ട്രേഡർ ഗോട്ട് ഡൗൺ ടു ഇൻസ്പെക്ട് ദ കാർട്ട്. ചക്രം പുറത്തെടുക്കാൻ അയാൾക്ക് അല്പം ഒന്ന് തള്ളേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേ അയാൾക്ക് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. ഹി ഓൺലി ഹാഡ് ടു പുഷ് എ ലിറ്റിൽ. ഹി ഓൺലി ഹാഡ് ടു, അത്രയേ വേണ്ടൂ എന്നർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ ഓൺലി ഉപയോഗിക്കുന്നത്. ഹി ഓൺലി ഹാഡ് ടു പുഷ് എ ലിറ്റിൽ, അല്ലെങ്കിൽ പുഷ് എ ബിറ്റ് ടു ഗെറ്റ് ദ വീൽ ഔട്ട്. ഹി ഓൺലി ഹാഡ് ടു പുഷ് എ ബിറ്റ് ടു ഗെറ്റ് ദ വീൽ ഔട്ട്. ആ ചക്രം പുറത്തേക്ക് എടുക്കാൻ അയാൾക്ക് ഒന്ന് തള്ളിക്കൊടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി ഓൺലി ഹാഡ് ടു പുഷ്, തള്ളേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ചിന്ത ഒരിക്കലും അയാളുടെ തലയ്ക്കകത്ത് കയറിയില്ല. പക്ഷെ അത് ആ മനുഷ്യന് തോന്നിയില്ല. ഇതൊന്ന് തള്ളിക്കൊടുത്താൽ ഇത് നീങ്ങും എന്നൊരു ഐഡിയ അയാൾക്ക് ഉണ്ടായില്ല. ഈ കാര്യം നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആ ചിന്ത, ദാറ്റ് തോട്ട്, അയാളുടെ തലയ്ക്കകത്ത് ഒരിക്കലും കയറിയില്ല. നെവർ എൻറ്റേർഡ് ഹിസ് ഹെഡ്. എൻ്റർ എന്ന വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. നെവർ എൻറ്റേർഡ് ഇൻ ടു ഹിസ് ഹെഡ് എന്നോ ടു ഹിസ് ഹെഡ് എന്നോ ഒന്നും പറയരുത്. ബട്ട് ദാറ്റ് തോട്ട് നെവർ എൻറ്റേർഡ് ഹിസ് ഹെഡ്. അയാളുടെ തലയ്ക്കകത്ത് അത് വന്നില്ല. ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ദാറ്റ് തോട്ട് നെവർ ക്രോസ്ഡ് ഹിസ് മൈൻഡ്. ദാറ്റ് തോട്ട് നെവർ ക്രോസ്ഡ് ഹിസ് മൈൻഡ്. രണ്ട് എക്സ്പ്രഷൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. നെവർ എൻറ്റേർഡ് ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാലും നെവർ ക്രോസ്ഡ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിനെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. അതാണ് അതിനർത്ഥം. അയാൾക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നില്ല. അതിനു പകരം അയാൾ പ്രാർത്ഥിക്കാനാണ് തീരുമാനിച്ചത്. അതിനു പകരം, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാലും മതി. അയാൾ പ്രാർത്ഥിക്കാനാണ് തീരുമാനിച്ചത്. അയാൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡഡ്, പ്രാർത്ഥിക്കാൻ, ടു പ്രേ. ഇൻസ്റ്റെഡ് ഹി ഡിസൈഡഡ് ടു പ്രേ. അയാൾ പ്രാർത്ഥിക്കാനാണ് തീരുമാനിച്ചത്. ദൈവമേ, എൻ്റെ വണ്ടി ഒരു കുഴിയിൽ വീണിരിക്കുന്നു. ഓ ഗോഡ്, മൈ കാർട്ട് ഹാസ് ഫാളൻ ഇൻ ടു എ പിറ്റ്. ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റാണ് ഉപയോഗിച്ചത്.
ഇത് കഥ പറയല്ല, അയാളുടെ സംസാരമാണിത്, അയാൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ അതേപോലെ പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. മൈ കാർട്ട് ഹാസ് ഫാളൻ ഇൻ ടു എ പിറ്റ്. അയാളത് പറയുന്ന സമയത്ത് അപ്പോഴും അയാളുടെ വണ്ടി ഒരു കുഴിയിൽ കിടക്കുകയാണ്. അതായത് അത് വീണിരിക്കുന്നു എന്നത് അപ്പോഴും റിയൽ ആയ സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഓ ഗോഡ്, മൈ കാർട്ട് ഹാസ് ഫാളൻ ഇൻ ടു എ പിറ്റ്. ദയവായി എന്നിൽ കരുണ തോന്നി അത് പുറത്തേക്ക് തള്ളിത്തരണമേ. എന്നിൽ കരുണ തോന്നുക എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഡു ഹാവ് മേഴ്സി ഓൺ മീ എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലീസ് ഹാവ് മേഴ്സി ഓൺ മീ എന്നും പറയാം. പ്ലീസ് ഹാവ് മേഴ്സി ഓൺ മീ ആൻഡ് പുഷ് ഇറ്റ് ഔട്ട് ഫോർ മീ. പ്ലീസ് ഹാവ് മേഴ്സി ഓൺ മീ ആൻഡ് പുഷ് ഇറ്റ് ഔട്ട് ഫോർ മീ. എനിക്ക് വേണ്ടി അതൊന്ന് തള്ളി പുറത്തേക്ക് എടുത്തു തരണേ. അയാൾ പ്രാർത്ഥിച്ചു. ഹീ പ്രേഡ്. ഡു ഹാവ് മേഴ്സി ഓൺ മീ. ഇവിടെ നമ്മൾ ആ ഡു ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി എംഫാറ്റിക് ആയി പറയുന്നതിന് വേണ്ടിയാണ്. പ്ലീസ് ഉപയോഗിച്ചാലും മതി. പ്ലീസ് ഹാവ് മേഴ്സി ഓൺ മീ, എന്നോട് കരുണ കാണിക്കണേ. ആൻഡ് പുഷ് ഇറ്റ് ഔട്ട് ഫോർ മീ, അത് എനിക്ക് വേണ്ടി പുറത്തേക്ക് തള്ളി തരണേ. ദൈവം അയാളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്തു. ദ ഗോഡ് ഹേർഡ് ഹിസ് പ്രയർ. അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും അത് പറയാം. ദ ഗോഡ് ഡിഡ് ഹിയർ ഹിസ് പ്രയർ. ഇവിടെയും നമ്മൾ ഹേർഡിന് പകരം ഡിഡ് ഹിയർ ഉപയോഗിച്ചത് കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവം കേൾക്കുക തന്നെ ചെയ്തു. ദ ഗോഡ് ഹേർഡ് എന്ന് പറയുമ്പോൾ ദൈവം കേട്ടു എന്നാണ് അർത്ഥം. ഡിഡ് ഹിയർ എന്ന് പറയുമ്പോൾ കേൾക്കുക തന്നെ ചെയ്തു എന്നൊരു മീനിങ് വരും. ഡിഡ് ഹേർഡ് എന്ന് പറയരുത്. നമ്മളിങ്ങനെ ഡു, ഡസ്, ഡിഡ് സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും അഫർമേറ്റീവ് സെന്റൻസസിൽ ഇതുപോലെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. പൊതുവേ ഡൂം ഡസും നമ്മൾ ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും മാത്രം ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു യൂസ് കൂടി ഉണ്ട് അതിന്. കം എന്നതിന് വരൂ എന്ന അർത്ഥമാണ്. ഡു കം എന്ന് പറയുമ്പോൾ ആ വരൂ എന്നത് കുറച്ചുകൂടി നമ്മൾ ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. ദ ഗോഡ് ഡിഡ് ഹിയർ ഹിസ് പ്രേയേഴ്സ്. ദൈവം അയാളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്തു. ഹേർഡിന് പകരമാണ് ഇവിടെ ഡിഡ് ഹിയർ ഉപയോഗിക്കുന്നത്. കച്ചവടക്കാരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവം ചോദിച്ചു. പ്രത്യക്ഷപ്പെട്ടു. ദ ഗോഡ് അപ്പിയേർഡ് ബിഫോർ ദ ട്രേഡർ ആൻഡ് ആസ്ക്ഡ്. എന്നിട്ട് ചോദിച്ചു. വാട്ട് ഹാപ്പൻഡ്? ദ ഗോഡ് അപ്പിയേർഡ് ബിഫോർ ദ ട്രേഡർ ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്? എന്നെ സഹായിക്കണം. ഹെൽപ്പ് മീ ലോഡ്. ലോഡ് എന്ന വാക്കിന് യജമാനൻ അതെല്ലാമാണ് അർത്ഥം. ഈശ്വരനോട് സംസാരിക്കുമ്പോഴും പൊതുവെ ആ ഒരു നൗൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ ലോഡ്. മൈ കാർട്ട് ഹാസ് ഫാളൻ ഇൻ ടു എ പിറ്റ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹി ക്രൈഡ് ആൻഡ് സെഡ് എന്നല്ല പൊതുവെ പറയുന്നത്. ക്രൈങ്, ഹി സെഡ്, അങ്ങനെ വേണം പറയാൻ. ക്രൈങ്, ഹി സെഡ്. പ്ലീസ് ഹെൽപ്പ് മീ ലോഡ്. മൈ കാർട്ട് ഹാസ് ഫാളൻ ഇൻ ടു എ പിറ്റ്. ക്രൈങ്, ദ ട്രേഡർ സെഡ്. കരഞ്ഞുകൊണ്ട് ആ കച്ചവടക്കാരൻ പറഞ്ഞു. ഹെൽപ്പ് മീ ലോഡ്. എന്നെ സഹായിക്കൂ ദൈവമേ, എൻ്റെ കാർട്ട് ഒരു കുഴിയിലേക്ക് വീണിരിക്കുന്നു. ദൈവം ചോദിച്ചു. അത് കുഴിയിൽ നിന്നും പുറത്തെടുക്കാൻ നീ എന്തെങ്കിലും ചെയ്തോ? ദ ഗോഡ് ആസ്ക്ഡ്. നീ എന്തെങ്കിലും ചെയ്തോ? ഡിഡ് യു ഡു എനിത്തിങ്? അത് പുറത്തെടുക്കാൻ. ടു ഗെറ്റ് ദ വീൽ ഔട്ട് ഓഫ് ദ പിറ്റ്. ഡിഡ് യു ഡു എനിത്തിങ് ടു പുൾ ഇറ്റ് ഔട്ട് ഓഫ് ദ പിറ്റ്, അല്ലെങ്കിൽ ഡിഡ് യു ഡു എനിത്തിങ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ദ പിറ്റ്. കുഴിയിൽ നിന്ന് അത് പുറത്തെടുക്കാൻ നീ എന്തെങ്കിലും ചെയ്തോ? ഡിഡ് യു ഡു എനിത്തിങ്? നീ എന്തെങ്കിലും ചെയ്തോ? ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. അമ്പരന്ന് പോയ കച്ചവടക്കാരൻ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രതികരണമല്ല അയാൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ദൈവം സഹായിക്കുമെന്നാണ് കരുതിയത്. അപ്പൊ നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, അയാൾ അമ്പരന്ന് പോയി. നമുക്ക് ഈ ഒരു കാര്യം പറയാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അഡ്ജക്റ്റീവാണ് പസിൽഡ്. അമ്പരന്ന് പോയ കച്ചവടക്കാരൻ എന്ന് പറയാൻ നമുക്ക് ദ പസിൽഡ് ട്രേഡർ എന്ന് പറയാം. പസിൽഡ് എന്ന വാക്കിന് അമ്പരന്ന് പോയ, അന്തം വിട്ടുപോയ അതെല്ലാമാണ് അർത്ഥം. ഐ പ്രേഡ് ടു യു. ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. ദ പസിൽഡ് ട്രേഡർ സെഡ്. അന്തം വിട്ടുപോയ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. ഐ പ്രേഡ് ടു യു സെഡ് ദ പസിൽ ട്രേഡർ. ഈ പസിൽഡ് ഇവിടെ അഡ്ജക്റ്റീവാണ്, ട്രേഡറിനെ കുറിച്ച് മോഡിഫൈ ചെയ്യുന്ന. അമ്പരന്ന് പോയ കച്ചവടക്കാരൻ, അതാണ് അതിനർത്ഥം. ദൈവം പറഞ്ഞു, പോയി ആ വണ്ടി തള്ളു, അത് പുറത്തു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ദ ഗോഡ് റിപ്ലൈഡ്, അല്ലെങ്കിൽ ദ ഗോഡ് സെൻഡ്. ദ ഗോഡ് സെഡ്, ഗോ ആൻഡ് പുഷ് ദാറ്റ് കാർട്ട്. പോയി ആ വണ്ടി തള്ളാൻ. അത് പുറത്തു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ ഇഫ് ഇറ്റ് കംസ് ഔട്ട്. ഗോ ആൻഡ് പുഷ് ദ കാർട്ട്. ലെറ്റ് മീ സീ ഇഫ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ പിറ്റ്. അത് പുറത്തു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കട്ടെ. ഇഫ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ പിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തു വരുന്നുണ്ടോ എന്ന്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡസ് ഇറ്റ് കം ഔട്ട് ഓഫ് ദ പിറ്റ്? അത് പുറത്തു വരുന്നുണ്ടോ?
ഒരു യെസ് ഓർ നോ ക്വസ്റ്റിനെ നമ്മൾ ഒരു സെന്റൻസിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കും. ഇവിടെ ഈഫിനെ എന്ന അർത്ഥമാണ്, കണ്ടീഷൻ ആയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. ലെറ്റ് മീ സീ ഇഫ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ പിറ്റ്. ഈഫിന് പകരം നമുക്കിവിടെ വെദർ ഉപയോഗിക്കാം. ലെറ്റ് മീ സീ വെദർ ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ പിറ്റ്. അത് പിറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നീ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ ഒരു കാര്യം ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷുഡ് ഹാവ് പ്ലസ് V3. യു ഷുഡ് ഹാവ് ഡൺ ദിസ് ഏർലിയർ. നേരത്തെ, മുമ്പ് തന്നെ ചെയ്യണമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ ദിസ് ഏർലിയർ. അതിനു പകരം നീ പ്രാർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. അതിനു പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റെഡ്. യു വേർ ബിസി പ്രേയിങ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന തിരക്കിലാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ബിസി പ്ലസ് ing. ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലാണെങ്കിൽ നമുക്കത് ഇങ്ങനെ പറയാം, ഐ ആം ബിസി ഡൂയിങ് മൈ ഹോംവർക്ക്. ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണെങ്കിൽ ഐ ആം ബിസി കുക്കിംഗ്. ഹി ഈസ് ബിസി പാക്കിംഗ് ഹിസ് സ്റ്റഫ്. അവൻ അവൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. യു വേർ ബിസി പ്രേയിങ് ടു മീ. നീ എന്നോട് പ്രാർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. ദ ഗോഡ് സെഡ്. ദൈവം പറഞ്ഞു. കച്ചവടക്കാരന് ഇപ്പോൾ വണ്ടി സ്വയം തള്ളുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. ദ ട്രേഡർ ഹാഡ് നോ ഓപ്ഷൻ ബട്ട് ടു പുഷ് ദ കാർട്ട് ഹിംസെൽഫ്. The trader had no option but to push the cart himself. Push the cart himself എന്ന് പറയുമ്പോൾ സ്വയം തള്ളുക. Had no option but to push. ഇവിടെ ബട്ടിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. അതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇവിടെ ബട്ടിന് പക്ഷേ എന്ന അർത്ഥമില്ല. The trader അല്ലെങ്കിൽ the cart owner had no option but to push the cart himself. ഇവിടെ നമ്മൾ ബട്ടിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ള ടു ഇൻഫിനിറ്റീവ് ആണ്. ബട്ടിന് ഇവിടെ പക്ഷേ എന്നൊരർത്ഥമില്ല. നോ ഓപ്ഷൻ ബട്ട് ടു എന്ന് പറയുമ്പോൾ അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് അർത്ഥം. വി ഹാഡ് നോ ഓപ്ഷൻ ബട്ട് ടു ഡിസ്മിസ് ഹെർ. അവളെ പിരിച്ചുവിടുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു യൂസ് ശ്രദ്ധിക്കുക. ബട്ടിന് ഇങ്ങനൊരു ഉപയോഗം കൂടിയുണ്ട്. ദ കാർട്ട് ഓണർ ഹാഡ് നോ ഓപ്ഷൻ ബട്ട് ടു പുഷ് ദ കാർട്ട് ഹിംസെൽഫ്. ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ സ്വയം, അയാൾ തന്നെ അത് ചെയ്യുകയല്ലാതെ മറ്റു ഓപ്ഷൻ ഒന്നും അയാൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അയാൾ വണ്ടിയുടെ പുറകിൽ പോയി അത് തള്ളി. സോ ഹി വെൻ ബിഹൈൻഡ് ദ കാർട്ട്. വണ്ടിയുടെ പുറകിൽ എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ദ കാർട്ട് ആൻഡ് പുഷ്ഡ് ഇറ്റ്. അത് തള്ളി. സോ ഹി വെൻ ബിഹൈൻഡ് ദ കാർട്ട് ആൻഡ് പുഷ്ഡ് ഇറ്റ്. ചക്രം എളുപ്പത്തിൽ കുഴിയുടെ പുറത്തു വരികയും അവർ യാത്ര തുടരുകയും ചെയ്തു. The wheel came out of the pit. Easily എന്ന് പറയാം അല്ലെങ്കിൽ smoothly എന്ന് പറയാം. The wheel came out of the pit smoothly. അവർ യാത്ര തുടർന്നു. And they resumed their journey. Resume എന്ന് പറയുമ്പോൾ തുടരുക. The wheel came out of the pit smoothly and they resumed their journey. അവർ അവരുടെ യാത്ര തുടരുകയും ചെയ്തു. ഈ സ്റ്റോറിക്ക് ഒരു മോറലുണ്ട്. മലയാളത്തിൽ നമ്മൾ പറയില്ലേ താൻ പാതി ദൈവം പാതി എന്ന്. അതിന് സിമിലർ ആയ ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. സ്വയം സഹായിക്കുന്നവരെ മാത്രമേ ദൈവം സഹായിക്കുകയുള്ളൂ. ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്സ് ദംസെൽസ്. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് ഫ്രേസസും ഈ ലെസണിൽ നിന്ന് എന്തായാലും ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ കഥകൾ വായിച്ച് അത് മലയാളത്തിലുള്ളതോ ഇനി ഇംഗ്ലീഷിലുള്ള സ്റ്റോറി തന്നെയായാലും അത് വായിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ വീണ്ടും പറഞ്ഞു നോക്കുന്നത്, സ്വയം പറഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഹോംവർക്ക് നോക്കാം. എനിക്ക് നല്ലതുപോലെ പാടാൻ കഴിയുമായിരുന്നു. പാസ്റ്റിലുള്ള ഒരു ജനറൽ എബിലിറ്റിയാണ്. നമുക്ക് ആ സമയത്ത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇങ്ങനെ പറയാം, ഐ കുഡ് സിങ് വെരി വെൽ. നല്ലതുപോലെ എന്ന് പറയുമ്പോൾ വെൽ അല്ലെങ്കിൽ വെരി വെൽ. വെരി വെൽ എന്ന് പറയുമ്പോൾ വളരെ നന്നായി. ഐ കുഡ് സിങ് വെരി വെൽ. ഇവിടെ നമുക്ക് കുഡിന് പകരം യൂസ് ടു ബി ഏബിൾ ടു അതും ഉപയോഗിക്കാം. ഐ യൂസ് ടു ബി ഏബിൾ ടു സിങ് വെരി വെൽ. എനിക്ക് നല്ലതുപോലെ പാടാൻ കഴിയുമായിരുന്നു. ഐ യൂസ് ടു ബി ഏബിൾ ടു സിങ് വെൽ. ഐ വാസ് ഏബിൾ ടു അല്ല, ഐ യൂസ് ടു ബി ഏബിൾ ടു. ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചെങ്കിലും അവളെ രക്ഷപ്പെടുത്താനായില്ല. ദ ഡോക്ടേഴ്സ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ബട്ട് ദേ കുഡിൻ സേവ് ഹെർ. അവളെ രക്ഷപ്പെടുത്താനായില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും കുഡിൻ്റ് ഉപയോഗിക്കാം. ദ ഡോക്ടേഴ്സ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ബട്ട് ദേ കുഡിൻ സേവ് ഹെർ അല്ലെങ്കിൽ ബട്ട് ദേ വേർ നോട്ട് ഏബിൾ ടു സേവ് ഹെർ. ഇവിടെ കഴിഞ്ഞില്ല എന്നാണ് പറയേണ്ടത്, കഴിയുമായിരുന്നില്ല എന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ യൂസ് ടു ബി ഏബിൾ ടു എന്ന് ഉപയോഗിക്കേണ്ട, ദേ വേർ നോട്ട് ഏബിൾ ടു എന്ന് പറഞ്ഞാൽ മതി. ദ ഡോക്ടേഴ്സ് ട്രൈഡ് ദെയർ ബെസ്റ്റ് ബട്ട് ദേ കുഡിൻ സേവ് ഹെർ അല്ലെങ്കിൽ ബട്ട് ദേ വേർ നോട്ട് ഏബിൾ ടു സേവ് ഹെർ. ബട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യാം. ദോ, ഓൾ ദോ, ആ രണ്ട് കൺജങ്ഷൻസ് ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. ഓൾദോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ബട്ട് ഉപയോഗിക്കരുത്.
ഓൾദോ ദ ഡോക്ടേഴ്സ് ട്രൈഡ് ദെയർ ബെസ്റ്റ് ദേ കുഡിൻറ്റ് സേവ് ഹെർ. ഓൾദോയ്ക്ക് പകരം നമുക്ക് ദോ ഉപയോഗിക്കാം. ഓൾദോ കുറച്ചുകൂടി ഫോർമലാണ്, അത്രയേ ഉള്ളൂ. വേറൊരു ഡിഫറൻസും അത് രണ്ടും തമ്മിലില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനായില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ആരാ? ദ അക്യൂസ്ഡ് പേഴ്സൺ. പേഴ്സൺ അവിടെ നിർബന്ധമില്ല, ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാലും മതി. അയാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനായില്ല. തെളിയിക്കുക, പ്രൂവ്. ദ അക്യൂസ്ഡ് പേഴ്സൺ കുഡ് നോട്ട് പ്രൂവ് ഹിസ് ഇന്നസെൻസ്. ഇവിടെ ജെൻഡർ വ്യക്തമല്ല. ഹിസ് ഇന്നസെൻസ് എന്ന് പറയാം, ഹെർ ഇന്നസെൻസ് എന്ന് പറയാം. പൊതുവെ ഇങ്ങനെ ജെൻഡർ വ്യക്തമല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ദെയർ എന്ന ജെൻഡർ ന്യൂട്രൽ പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുക. ദ അക്യൂസ്ഡ് പേഴ്സൺ കുഡ് നോട്ട് പ്രൂവ് ദെയർ ഇന്നസെൻസ് അല്ലെങ്കിൽ ദ അക്യൂസ്ഡ് പേഴ്സൺ വാസ് നോട്ട് ഏബിൾ ടു പ്രൂവ് ദെയർ ഇന്നസെൻസ്. ഹിസ് ഇന്നസെൻസ് എന്ന് പറയാം, ഹെർ ഇന്നസെൻസ് എന്ന് പറയാം, ഹിസ് ഓർ ഹെർ ഇന്നസെൻസ് എന്ന് പറയാം, ദെയർ ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ മതി. നിന്റെ പ്രശ്നത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു നോക്ക്. ടെൽ ഹെർ അബൌട്ട് യുവർ പ്രോബ്ലം. അവൾക്ക് ഒരു പക്ഷേ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഷീ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു അല്ലെങ്കിൽ ഷീ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് യു. സഹായിക്കാൻ കഴിഞ്ഞേക്കും. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 80 വയസ്സുള്ളപ്പോഴും കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയുമായിരുന്നു. പാസ്റ്റിലുള്ള ഗ്രാൻഡ് ഫാദറിന് പാസ്റ്റിലുണ്ടായിരുന്ന ജനറൽ എബിലിറ്റിയാണ്. ഇതും കുഡ് ഉപയോഗിച്ച് പറയാം നമുക്ക്. അങ്ങനെയാണ് പറയേണ്ടത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ്. കണ്ണടയില്ലാതെ. ഈവൻ വെൻ ഹി വാസ് 80. ഈവൻ വെൻ എന്ന് പറയുമ്പോൾ 80 വയസ്സായിരുന്നപ്പോഴും. വെൻ എന്ന് പറയുമ്പോൾ 80 വയസ്സായിരുന്നപ്പോൾ എന്നർത്ഥമാണ് വരുന്നത്. അപ്പോൾ പോലും എന്നൊരർത്ഥം കിട്ടാനാണ് നമ്മളവിടെ ഈവൻ യൂസ് ചെയ്യുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ് ഈവൻ വെൻ ഹി വാസ് 80. ഹി വാസ് 80 ഇയേഴ്സ് ഓൾഡ്. ഹി വാസ് 80 ഇയേഴ്സ് എന്ന് മാത്രം പറയരുത്. ഇയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഓൾഡും അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ടും അവിടെ ഉണ്ടാവരുത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒത്തിരി യാത്രകൾ ചെയ്തിരുന്നു. പാസ്റ്റ് ഹാബിറ്റ് ആണ്, യൂസ്ഡ് ഉപയോഗിച്ച് പറയാം, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മതി. മൈ ഗ്രാൻഡ് ഫാദർ ട്രാവൽഡ് എ ലോട്ട്. ഡിഡ് എ ലോട്ട് ഓഫ് ട്രാവലിംഗ് എന്നൊന്നും പറയണ്ട, ട്രാവൽഡ് എ ലോട്ട്. അല്ലെങ്കിൽ മൈ ഗ്രാൻഡ് ഫാദർ യൂസ് ടു ട്രാവൽ എ ലോട്ട്. അദ്ദേഹത്തിന് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഹി കുഡ് സ്പീക്ക് 5 ലാംഗ്വേജസ്. അദ്ദേഹത്തിന് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോസ് എൻജോയ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫീഡിൽ വരുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.